പറയോ ഞാൻ പോട്ടെ. ഇജ്ജ് പോവുക. എടാ ഇജ്ജ് കണ്ടില്ലേ കുട്ടിന്റെ കടപ്പ്. ഓനിങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ ഓനെ തിരിഞ്ഞു നോക്കാനും ആരുമില്ല. അവിടുന്ന് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കടന്നപ്പോ ഒരുപാട് പൈസ ഇവിടുന്ന് കടം കിട്ടണോടത്തോളം വാങ്ങിയിട്ട് അയച്ചു. പിന്നെ ഈ പെരയും പണയം വെച്ചു. ഇപ്പൊ ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ ഒരു കുട്ടിയില്ല. പടച്ചോ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ഫൈസലോ ഓനെന്നാ വന്ന്? ഓൻ വന്ന് ഇറങ്ങേണ്ടതാണല്ലോ. എപ്പത്തെയും പോലെ ലീവിന് നിൽക്കല്ലോ, ഓൻ ഗൾഫ് നിർത്തി പോ നിൽക്കാണ്. ഓൻ നിർത്തി പോന്നിട്ട് ഇവിടെ എന്താട്ടാനവന്? ഇവിടെ ഉള്ളവർക്ക് എന്നെ പണിയില്ല. നിങ്ങൾ വിചാരിച്ച മാതിരി എപ്പത്തെയും പോലത്തെ വരവല്ലോ വന്നിക്കണത്. അവിടെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് വന്നതാണ്. ആക്സിഡന്റോ? എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ ഓനക്ക്? ഓന്റെ ഇപ്പത്തെ അവസ്ഥ വളരെ മോശമാണ്. എല്ലാ പ്രാവശ്യവും വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ തിരിമറിയാൻ ചേരലുണ്ട്. പ്രാവശ്യം ഞാൻ ചെറിയ ടൈറ്റ് വന്നപ്പോൾ ഓനെ കാണാൻ വേണ്ടി പോയതാണ്. ഓനെ കണ്ടോക്കുമ്പോൾ ഓൻ്റെ അവസ്ഥ, ഓൻ അവിടെ ആക്സിഡന്റ് ആയിട്ട് കുറെ കാലം അവിടെ ചികിത്സ ചെയ്യാൻ തരും. ഇവിടെ നിന്നൊക്കെ വിറ്റ് പെറുക്കിങ്ങാണ്ടൊക്കെ അയച്ചു കൊടുത്തിട്ട് അപ്പൊ അവിടുന്ന് ശരിയായിട്ട് ഇവിടെ നാട്ടിൽ വന്നിക്കണേ. അപ്പൊ കടം കൊള്ളയിട്ട് ആകെ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ നമ്മൾ ഓനെ സഹായിക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്താ എല്ലാരും പാടെ ഒരു ചർച്ച? നമ്മളെ പൈസയുടെ കാര്യം പറയുന്നു. ഭയങ്കര കഷ്ടമല്ല കാര്യം. ഓന്റെ കാര്യങ്ങൾ ഇപ്പൊ അറിയുന്നുള്ളൂ. ഓനിക്ക് വേണ്ടി ഞങ്ങൾ ഒരു പിരിവെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അത് നല്ലൊരു തീരുമാനമാണ് സിക്ക. എന്ത് നല്ല തീരുമാനം? നിങ്ങൾ തീരുമാനിച്ച നിങ്ങൾ നടത്താം. ഇതിനൊക്കെ പൈസയും വേണ്ടേ? ഓന്റെ കുട്ടികൾ 2 മാസമായിട്ട് പെരേക്ക് സാധനം കൊണ്ടേ പൈസ തന്നെ തന്നിട്ടില്ല. ഓന്റെ കുട്ടികൾ നൂഡിൽസ് അല്ലാതെ തിന്നൂല. എന്നിട്ട് അതിന്റെ പുറത്ത് ഞാൻ പിരിവും കൊടുക്കണം. ഞങ്ങൾക്ക് നാട്ടിലല്ലേ തന്നെ പിരിവാ. നിങ്ങളൊക്കെ തന്നെ ഇത് പറയണം. ഫ്ലാഷ് ബാക്ക്. അസ്സലാമലൈക്കും. കാലത്തെ എന്തൊക്കെയാടാ? വാലേക്കും അസ്സലാം. എന്നെ പൈസ വെച്ച് വന്നേ? ഞാൻ 2 ദിവസമായിടാ വന്നിട്ട്. അച്ഛക്കോ വെള്ളം എന്തെങ്കിലും വേണേ എടുത്തോളി. കാലത്തെ പച്ചത്രയടാ? എന്താ കാലത്തെ കട കാലിയാണല്ലോ, സാധനം ഒന്നും ഇറക്കലില്ല. സാധനങ്ങളൊക്കെ കടാണ് പോണത്. ഈ സാധനങ്ങൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ അല്ല. പൈസ ഇല്ലാണ്ട് സാധനം ഇറക്കാതിരിക്കണ്ട. അനക്ക് എത്ര വേണ്ടു? നാളെ പേരേക്കണ്ട് വാട്ടോ. ബഷീറാക്ക, പൈസ എന്നെ വന്നടാ. ഞാൻ വന്നിട്ട് കുറച്ചായി. എങ്ങോട്ടാ നിങ്ങൾ പോണു? അന്നെ കണ്ട നന്നായി. പെണ്ണിന്റെ കല്യാണം ഉണ്ട്. എന്റെ അവസ്ഥ എനക്ക് അറിയില്ലേ. കാര്യപ്പെട്ട് ഞാൻ സഹായിക്കണം. പൈസന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാണ്ട. അത് നമുക്ക് ശരിയാക്കാം. നിങ്ങൾ നാളെ വീട്ടിലേക്കാണ് വരും. ഫൈസലേ, എന്താ സെക്യൂറേ? കുറച്ച് പൈസക്ക് അത്യാവശ്യമുണ്ട്. അർജന്റ് ആണ്. ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്. അതിനെന്താ സെക്യൂറേ? അനക്ക് എത്ര വേണ്ട? വാ. പിരാഗി പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഒരു ഉറപ്പി തരണ്ട. നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആപത്ത് വന്നാലേ ഞങ്ങൾ പ്രവാസികളാണ് ആദ്യം മുന്നിലിറങ്ങുക. പൈസലേ ആവതുള്ള കാലത്ത് എല്ലാരും സഹായിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾക്കും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഓനിക്കൊരു ബുദ്ധിമുട്ട് വന്നാലേ അത് ഞങ്ങൾ പ്രവാസികൾ ഏറ്റെടുത്തോണ്ട്. സ്വന്തം ജീവിതം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് ഓരോ പ്രവാസിയും.